ഈശോ ഗെത്സെമനിയിൽ വെച്ച് രാത്രിയിൽ നിക്കോദോമസിനോട് സംസാരിക്കുന്നു. 1945 ഫെബ്രുവരി 24. ഒലിവ് തോട്ടത്തിലുള്ള ചെറിയ വീടിൻ്റെ അടുക്കളയിൽ ശിഷ്യരുടെ കൂടെയായിരുന്നു ഈശോ അത്താഴം കഴിക്കുകയാണ്. അന്നത്തെ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ പറയുന്നു. ഇപ്പോൾ വിവരിച്ച കാര്യങ്ങളൊന്നുമല്ല, കാരണം മറ്റു കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. ആ കൂട്ടത്തിൽ ബെത്ഫേജിലേക്കുള്ള റോഡരികിലുള്ള ശവകുടീരങ്ങൾക്ക് സമീപം ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ വിവരം പറയുന്നു. റോമാക്കാരൻ ഒരു ശതാധിപനും അത് കാണുന്നുണ്ടായിരുന്നു. ബർത്തലോമിയെ പറയുന്നു, അയാൾ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ എന്നോട് ചോദിച്ചു, നിങ്ങൾ അനുഗമിക്കുന്ന ആ മനുഷ്യൻ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന്. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു, അങ്ങനെയെങ്കിൽ അവൻ അസ്കുലാപ്പിയസിനേക്കാൾ ധനികനായിത്തീരും. ഞാൻ പറഞ്ഞു, ലോകരീതിയിലായ അവൻ എപ്പോഴും ദരിദ്രനായിരിക്കും, കാരണം അവൻ ഒരിക്കലും ഒന്നും സ്വീകരിക്കുകയില്ല, എന്നാൽ കൊടുക്കും. അവന് ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകാൻ ആത്മാക്കളെ മാത്രം മതി. ശതാധിപൻ വിസ്മയത്തോടെ എന്നെ നോക്കി. പിന്നീട് വേഗത കൂട്ടി കുതിരയെ ഓടിച്ചുപോയി. ഒരു പല്ലക്കിൽ പോയ ഒരു റോമാക്കാരി സ്ത്രീയുമുണ്ടായിരുന്നു. പല്ലക്കിൻ്റെ വിരികളൊന്നും നീക്കിയിരുന്നില്ല. അതിനിടയിൽ കൂടി അവൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ കണ്ടു, തോമസ് പറയുന്നു. അതെ, റോഡിൻ്റെ മുകളിലത്തെ വളവിനായിരുന്നു അത്. ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് കുഷ്ഠരോഗി നിലവിളിച്ചപ്പോൾ പല്ലക്ക് നിർത്താൻ അവൾ പറഞ്ഞു. ഒരു കർട്ടൻ നീക്കി അവൾ വിലപിടിച്ചൊരു കണ്ണാടി ഉപയോഗിച്ച് അങ്ങയെ നോക്കി. എന്നിട്ട് അർത്ഥം വെച്ചൊരു ചിരി. എന്നാൽ ഒരാജ്ഞയാൽ അയാളെ സുഖപ്പെടുത്തിയെന്ന് കണ്ടപ്പോൾ അവൾ എന്നെ വിളിച്ച് ചോദിച്ചു, സത്യമായി മിശിഹ എന്നവർ വിളിക്കുന്നത് ഇവനെയാണോ? അതേ എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അവൻ വാസ്തവത്തിൽ നല്ലവനാണോ? ജോൺ പറയുന്നു. അപ്പോൾ നീ അവളെ കണ്ടു? അവൾ എങ്ങനെയായിരുന്നു? പത്രോസും യൂദാസും ചോദിക്കുന്നു. കൊള്ളാം, ഒരു സ്ത്രീ. എത്ര വലിയൊരു കണ്ടുപിടുത്തം! പത്രോസ് ചിരിച്ചുകൊണ്ട് പറയുന്നു. കറിയോത്തുകാരൻ നിർബന്ധിച്ച് ചോദിക്കുന്നു, അവൾ സുന്ദരിയാണോ, ചെറുപ്പമാണോ, ധനികയാണോ? അതെ, എനിക്ക് തോന്നുന്നത് അവൾക്ക് ചെറുപ്പമാണെന്നും അവൾ സുന്ദരിയാണെന്നുമാണ്. എന്നാൽ അവളെ നോക്കുന്നതിനേക്കാൾ കൂടുതലായി ഞാൻ ഈശോയെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈശോ വീണ്ടും പുറപ്പെടുകയാണോ എന്നറിയാൻ ഞാൻ നോക്കുകയായിരുന്നു. വിഡ്ഢി! യൂദാസ് പയ്യനിടയിൽ മുറുമുന്നു. എന്തുകൊണ്ട്? സഹോദരനെ ആദരിച്ചുകൊണ്ട് ജെയിംസ് സംസാരിക്കുന്നു. എൻ്റെ സഹോദരൻ വേഷം കെട്ടി ചമഞ്ഞു പരിപാടികൾ അന്വേഷിച്ച് നടക്കുന്നവനല്ല. മര്യാദയെ പ്രതി അവൻ സംസാരിച്ചു. എന്നാൽ അവൻ്റെ ഒന്നാമത്തെ ഗുണം അവൻ വിട്ടില്ല. ഏത്? ഒരു ശിഷ്യൻ്റെ ഗുണം. ശിഷ്യൻ്റെ ഏക സ്നേഹം അവൻ്റെ ഗുരുവാണ്. യൂദാസിനെ ആകെ ദേഷ്യം. അയാൾ തല താഴ്ത്തുന്നു. ഇനി എന്തായാലും റോമാക്കാരോട് സംസാരിക്കുന്നത് കാണുന്നത് അത്ര നല്ലതല്ല. അവരിപ്പോൾ തന്നെ നമ്മെ കുറ്റപ്പെടുത്തുകയാണ്. യൂദയക്കാരല്ല, ഗലീലിയക്കാരായതുകൊണ്ട് നമുക്ക് പരിശുദ്ധി കുറവാണെന്ന് പറഞ്ഞ്. അത് നമ്മുടെ ജനനത്തെക്കുറിച്ചാണ് പിന്നെ അവർ കുറ്റപ്പെടുത്തുന്നത്. പലപ്പോഴും തിബേരിയാസിൽ താമസിക്കുന്നതിനാലാണ്. തിബേരിയാസ് പുറംജാതിക്കാർ, റോമാക്കാർ, ഫിനീഷ്യക്കാർ, സിറിയക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. എന്നിട്ടോ? ഓ, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മെ കുറ്റപ്പെടുത്തുന്നത്. ഫിലിപ്പ് പറയുന്നു. ഫിലിപ്പേ, നീ നല്ലവനാണ്. നീ പറയുന്ന സത്യത്തിൻ്റെ കാഠിന്യത്തിൻ്റെ മേൽ നീ ഒരു ആവരണം ഇട്ടു. എന്നാൽ ആവരണമൊന്നുമില്ലാതെ സത്യം ഇതാണ്. ഓ, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് എന്നെ അവർ കുറ്റപ്പെടുത്തുന്നത്. ഇതുവരെ മൗനമായിരുന്ന ഈശോ പറയുന്നു. എത്രയായാലും അവർ പറയുന്നത് മുഴുവൻ തെറ്റൊന്നുമല്ല. അവിശ്വാസികളുമായുള്ള സമ്പർക്കം കുറേ അധികമാകുന്നുണ്ട്. കറിയോത്തുകാരൻ പറയുന്നു. മോശയുടെ നിയമം അനുസരിക്കാത്തവർ മാത്രമാണ് അവിശ്വാസികൾ എന്നാണോ നീ വിചാരിക്കുന്നത്? ഈശോ ചോദിക്കുന്നു. ശരി, പിന്നെ ആരൊക്കെയാണ്? യൂദാസേ, നിന്റെ ഹൃദയത്തിൽ അവിശ്വാസമൊന്നുമില്ലെന്ന് ദൈവത്തിൽ ശബ്ദം ചെയ്ത് പറയാമോ? ഇസ്രയേലിലെ ഏറ്റവും പ്രധാനികളിലും അവിശ്വാസമൊന്നുമില്ലെന്ന് നിനക്ക് സത്യം ചെയ്യാമോ? ഗുരുവേ, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കാര്യത്തിൽ ഞാൻ സത്യം ചെയ്ത് പറയാം. നിന്റെ അഭിപ്രായത്തിൽ അവിശ്വാസം എന്താണ്? ഈശോ വീണ്ടും ചോദിക്കുന്നു. തെറ്റായ ഒരു മതത്തിൽ ജീവിക്കുന്നതാണ്, പല ദൈവങ്ങളെ ആരാധിക്കുന്നതാണ്. യൂദാസ് ശോഭിച്ചുത്തരം പറയുന്നു. ഏതെല്ലാം? ഗ്രീസിലെയും റോമിലെയും ഈജിപ്തിലെയും ദേവന്മാർ, 1000 പേരുകളുള്ള ദേവന്മാർ, ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത ആളുകൾ, ഒളിമ്പസ് നിറഞ്ഞിരിക്കുന്ന അവർ. വേറൊരു ദൈവവുമില്ലേ? ഒളിമ്പിക് ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഏതാണ്? ഇപ്പോൾ തന്നെ കുറേ അധികമില്ലേ? വളരെയേറെ. അതെ, എന്നാൽ ഇതിലും വളരെ കൂടുതലുണ്ട്. അവരവരുടെ പീഠങ്ങളിൽ കുന്തിരിക്കം കൊണ്ട് ഓരോ മനുഷ്യരും ധൂപാർച്ചന നടത്തുന്നുണ്ട്. പുരോഹിതരും നിയമജ്ഞരും പ്രീശരും സദുക്കായരും ഹെറോദസ് പക്ഷക്കാരും ഇസ്രയേൽ മുഴുവനും. ഞാൻ പറയുന്നത് ശരിയാണോ? അവർ മാത്രമല്ല, എൻ്റെ ശിഷ്യരും കുന്തിരിക്കം പോയിക്കുന്നുണ്ട്. തീർച്ചയായും ഇല്ല, അവരെല്ലാവരും കൂടെ പറയുന്നു.
അല്ല എൻ്റെ സ്നേഹിതരെ, രഹസ്യമായ ഒരു പൂജയില്ലാത്തവരായി നിങ്ങളിൽ ആരുണ്ട്? ഒന്നല്ല, ചിലപ്പോൾ ഒന്നിലധികം പൂജകൾ. ഒരാൾക്ക് സൗന്ദര്യവും മിടുക്കും, വേറൊരാൾക്ക് സ്വന്തം അറിവിനെക്കുറിച്ചുള്ള അഹങ്കാരം, വേറൊരാൾ കുന്തിരിക്കം പോയിക്കുന്നത് മാനുഷികമായ രീതിയിൽ ഒരു വലിയ ആളാകുമെന്നുള്ള പ്രതീക്ഷക്കാണ്, വേറെ ഒരാൾ സ്ത്രീകളെയാണ് ആരാധിക്കുന്നത്, ഒരാൾ പണത്തെ വണങ്ങുന്നു, ഒരാൾ തൻ്റെ അറിവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. ഇങ്ങനെ പലതും. ഞാൻ നിങ്ങളോട് പറയുന്നു, വിഗ്രഹ ആരാധനയാൽ കളങ്കപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല എന്ന്. അപ്പോൾ പിന്നെ ദൗർഭാഗ്യത്താൽ അവിശ്വാസികളായവരെ എന്തിനു നിന്ദിക്കുന്നു? നിങ്ങൾ സത്യദൈവത്തിൻ്റെ ആളുകളാണെങ്കിലും നിങ്ങൾ സ്വതന്ത്ര മനസ്സാലെ അജ്ഞാനികളായി ജീവിക്കുന്നു. എന്നാൽ ഗുരുവേ, ഞങ്ങൾ മനുഷ്യരാണല്ലോ. അത് സത്യമാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. കാരണം ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ വില നിങ്ങൾക്കില്ലല്ലോ. എന്നാൽ അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും നിന്റെ ദൗത്യത്തിന് തടസ്സം വരുത്തുകയുമാണല്ലോ ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, അത് തുടർന്ന് നടന്നുകൊള്ളും. സ്ത്രീകളുടെ കാര്യത്തിൽ പത്രോസ് പറയുന്നു, ഈശോയുടെ അടുത്താണ് പത്രോസ് ഇരിക്കുന്നത്. അതിൻ്റെ സന്തോഷ ആധിക്യത്തിലായിരിക്കണം. ആൾ വളരെ നല്ലവനാണിപ്പോൾ. നമ്മൾ യൂദയായിൽ നിന്നും വന്നിട്ട് ബെഥനിയിൽ ആദ്യം പ്രസംഗിച്ചു. കഴിഞ്ഞപ്പോൾ മുതൽ കുറേ നാളായി ഒരു സ്ത്രീ ആകെ തുണി കൊണ്ട് മൂടി നമ്മെ പിന്തുടരുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ സംസാരിക്കുമ്പോൾ മിക്കവാറും ആളുകൾ ഇരിക്കുന്നതിൻ്റെ അവസാനത്തെ നിലയിൽ കാണും. നീ നടക്കുകയാണെങ്കിൽ നിന്നെ അനുഗമിക്കുന്ന ജനക്കൂട്ടം നിന്റെ പിന്നിൽ കാണും. അല്ലെങ്കിൽ നിന്റെ വരവ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും അറിയിക്കുമ്പോൾ ഞങ്ങളുടെ പുറകിൽ കാണും. ബെഥനിയിൽ വെച്ച് ആദ്യം അവളുടെ ആവരണത്തിൻ്റെ മറയിൽ നിന്ന് തന്നെ എന്നോട് ചോദിച്ചു, ഇവിടെ സംസാരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ നസ്രസിലെ ഈശോയാണോ? ആണെന്ന് ഞാൻ അവളോട് മറുപടി പറഞ്ഞു. സന്ധ്യയ്ക്ക് അവളൊരു വൃക്ഷത്തിൻ്റെ മറവിൽ നിന്നും നിന്നെ ശ്രവിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവളെ കണ്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ ജെറുസലേമിൽ ഞാൻ 2-3 പ്രാവശ്യം അവളെ കണ്ടു. ഇന്ന് ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് അവനെ കാണണമോ? നിനക്ക് രോഗമാണോ? നിനക്ക് ഭിക്ഷ വേണമോ? അവൾ തല കുലുക്കുകയും ചെയ്തു. ഒരുത്തരോടും ഒരു വാക്കുച്ചരിക്കുന്നില്ല. ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, എവിടെയാണ് ഈശോ താമസിക്കുന്നത്? ഞാൻ അവളോട് പറഞ്ഞു, ഗെത്സെമനിയിൽ. ജോൺ പറയുന്നു, നീ അസൽ വിഡ്ഢി, നീ അത് പറയരുതായിരുന്നു. നീ പറയേണ്ടത് നിന്റെ മുഖംമൂടി നീക്കൂ, നിന്നെ തന്നെ പരിചയപ്പെടുത്തുക, അപ്പോൾ ഞാൻ പറയാം എന്നായിരുന്നു. നീരസത്തോടെ കറിയോത്തുകാരൻ പറയുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്? ജോൺ ശുദ്ധഗതിയോടെ നിഷ്കളങ്കതയിൽ അത്ഭുതത്തോടെ ചോദിക്കുന്നു. നീ മറ്റുള്ളവരെ കാണുന്നില്ലേ? ഇവളെപ്പോഴും മൂടി പുതച്ചാണ് നടപ്പ്. ഒന്നുകിൽ അവൾ ചാരവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ കുഷ്ഠരോഗിയാണ്. അവൾ നമ്മെ അനുഗമിക്കുകയും നമ്മെക്കുറിച്ച് മനസ്സിലാക്കുകയും വേണ്ട. ചാരവൃത്തിക്കാണെങ്കിൽ നമുക്ക് ആപത്ത് വരാനാണ്. ഒരുപക്ഷെ സൻഹൃദീൻ അവൾക്ക് പണം കൊടുത്ത് ചെയ്യിക്കുന്നതായിരിക്കും. ആ, സൻഹൃദീൻ അത്തരം മാർഗങ്ങളുമുണ്ടോ? നിനക്ക് തീർച്ചയാണോ? പത്രോസ് ചോദിക്കുന്നു. വളരെ ഉറപ്പാണ്. ഞാൻ ദേവാലയത്തിലേതായിരുന്നു, എനിക്കറിയാം. എത്ര നന്നായിരിക്കുന്നു. ഗുരു പറഞ്ഞത് ഒരു കയ്യുറ പോലെ ചേരുന്നുണ്ട്. എന്ത്? യൂദാസിന് ദേഷ്യം കൊണ്ട് ചുമപ്പായി. പുരോഹിതരുടെ ഇടയിലും അജ്ഞാനികളുണ്ടെന്ന്. ചാരവൃത്തിക്ക് പണം കൊടുക്കുന്നതും അതുമായി എന്തു ബന്ധം? ധാരാളം, തീർച്ചയായും കുറച്ചധികം ബന്ധമുണ്ട്. എന്തിനാണ് അവർ പണം കൊടുക്കുന്നത്? ഗുരുവിനെ നിഷ്കാസനം ചെയ്ത് അവൻ്റെ മേൽ വിജയം സ്ഥാപിക്കാനാണ്. അങ്ങനെ അവർ അവരെ തന്നെ അൾത്താരയിൽ വെച്ച് പൂജിക്കുന്നു. വെണ്മയായ വസ്ത്രത്തിനുള്ളിൽ മലിനത നിറഞ്ഞ ആത്മാക്കൾ. പത്രോസ് നല്ല വിവേകത്തോടെ സംസാരിക്കുന്നു. കൊള്ളാം, യാഥാർത്ഥ്യം ഇതാണ്. ആ സ്ത്രീ നമുക്കും ജനക്കൂട്ടത്തിനും അപകടകാരിയാണ്. ഒരു കുഷ്ഠരോഗിയാണെങ്കിൽ ജനസമൂഹത്തിനും, ചാരവൃത്തിയിലാണെങ്കിൽ നമുക്കും. അതായത് ക്രമേണ ഗുരുവിനും. പത്രോസ് മറുപടി പറയുന്നു. അവൻ വീഴുകയാണെങ്കിൽ നമ്മളും വീഴും. ഹാ ഹാ, പത്രോസ് ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ വിഗ്രഹം നിലത്ത് വീഴുകയാണെങ്കിൽ അത് പൊട്ടി പല കഷ്ണങ്ങളായി പോകും. അപ്പോഴാ നമ്മുടെ സമയം. നമ്മുടെ സൽകീർത്തി ഒരുപക്ഷെ നമ്മുടെ ജീവന് നഷ്ടപ്പെട്ടെന്നിരിക്കും. ഹാ ഹാ, അത് വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ അകന്നു പോവുക. ഇത് ശരിയല്ലല്ലോ. എന്നാൽ നേരെ മറിച്ച് ഞാൻ അവനിലേക്ക് കൂടുതൽ അടുക്കുന്നു. അവനെ ഞാൻ കൂടുതൽ അടുത്ത് ആശ്ലേഷിക്കുന്നു. ദൈവത്തെ വഞ്ചിക്കുന്ന ഒരാൾ നിഷ്കാസിതനായി അവൻ വീഴുന്നെങ്കിൽ അവൻ്റെ കൂടെ വീഴാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് പത്രോസ് തൻ്റെ നീളം കുറഞ്ഞ കരങ്ങളാൽ ഈശോയെ മുറുകെ കെട്ടിപ്പിടിക്കുന്നു. ഇത്രയധികം ദ്രോഹം ഞാൻ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല ഗുരുവേ. വളരെ ദുഃഖത്തോടെ ജോൺ പറയുന്നു. ഈശോയെ നോക്കിയാണ് നിൽക്കുന്നത്. എന്നെ ഇടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുക. എന്നാൽ അങ്ങ് രക്ഷപ്പെടണം. അങ്ങേ മരണത്തിന് ഞാനാണ് കാരണക്കാരനാകുന്നതെങ്കിൽ അത് ഭീതിജനകമായിരിക്കും.
ഞാൻ എന്നോട് തന്നെ ഒരിക്കലും ക്ഷമിക്കുകയില്ല. എൻ്റെ വിചാരം കണ്ണുനീര് തീപ്പൊള്ളലിൻ്റെ അടയാളങ്ങൾ എൻ്റെ കവിൾത്തടങ്ങളിൽ ഉണ്ടാക്കുമെന്നും എൻ്റെ കണ്ണുകൾ വെന്തുപോകുമെന്നാണ്. ഞാൻ എന്താണ് ഈ ചെയ്തത്? യൂദാസ് പറഞ്ഞത് ശരിയാണ്. ഞാനൊരു വിഡ്ഢിയായല്ലോ. ഇല്ല ജോൺ, നീ വിഡ്ഢിയല്ല. നീ ശരിയായത് ചെയ്തു. ബഹുമാനിക്കുക. പാപവും രക്ഷിക്കപ്പെടാനുമുള്ള ആഗ്രഹവും തമ്മിലുള്ള പോരാട്ടത്തിൽ അതൊരു സംരക്ഷണമായിട്ടായിരിക്കാം അവൾ അത് ധരിക്കുന്നത്. ഇതുപോലുള്ള യുദ്ധത്തിൽ ഒരാൾക്ക് എന്തെന്ത് മുറിവുകളാണ് ഏൽക്കുന്നതെന്ന് നിനക്കറിയാമോ? എന്തുമാത്രം കണ്ണീരും ലജ്ജയും ഉണ്ടാകുമെന്ന് നിനക്കറിയാമോ? നീ ജോൺ ഒരു നല്ല ശിശുവിൻ്റെ ഹൃദയമുള്ള പ്രിയമകൻ. നീ പറഞ്ഞില്ലേ, എനിക്കെന്തെങ്കിലും ഉപദ്രവം നീ നിമിത്തം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖത്താകെ കണ്ണീര് നിമിത്തം കലയുണ്ടാകുമെന്ന്. പുനരുദ്ധരിക്കപ്പെട്ട ഒരു മനസാക്ഷി പങ്കിലുമായിരുന്ന ഒരു ജഡത്തിന്മേൽ കടിക്കാൻ തുടങ്ങി അതിനെ നശിപ്പിച്ച് ആത്മാവിന് വിജയം നേടുവാൻ ശ്രമിക്കുമ്പോൾ മാംസത്തിന് ആകർഷകമായിരുന്ന എല്ലാറ്റിനെയും വിഴുങ്ങേണ്ടതായി വരുന്നു. അപ്പോൾ ആ വ്യക്തി അതിനെ വിഴുങ്ങുന്ന തീയുടെ ഉഗ്രതയുടെ കീഴിൽ ഞെരുങ്ങി വളരുകയും വാർദ്ധക്യമാകുകയും ചെയ്യുന്നു. പിന്നീട് രക്ഷയിലേക്ക് പൂർണ്ണമായി വന്നു കഴിയുമ്പോൾ വീണ്ടും സൗന്ദര്യമുള്ളതായി തീരുന്നു. ഈ രണ്ടാമത്തെ സൗന്ദര്യം വിശുദ്ധവും ആദ്യത്തിനേക്കാൾ പൂർണ്ണവുമായിരിക്കും. കാരണം ഈ സൗന്ദര്യം ആത്മാവിൻ്റെ സൗന്ദര്യമാണ്. അത് ഉത്ഭവിക്കുന്നത് കണ്ണുകളിൽ നിന്നാണ്, പുഞ്ചിരിയിൽ നിന്നും, സ്വരത്തിൽ നിന്നും, നെറ്റിയിലുള്ള സത്യസന്ധമായ ഒരു അഭിമാനത്തിൽ നിന്നുമാണ്. ആ നെറ്റിത്തടത്തിലേക്ക് ദൈവത്തിൽ നിന്നുള്ള പാപപ്പൊറുതി താണിറങ്ങി അവിടെ ഒരു കിരീടം പോലെ പ്രകാശിക്കും. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തില്ല അല്ലേ? ഇല്ല, നീ തെറ്റൊന്നും ചെയ്തില്ല. പത്രോസും തെറ്റൊന്നും ചെയ്തില്ല. അവൾ എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ, ആ കാര്യം വിട്ടുകളയും. ഇനി നിങ്ങളെല്ലാവരും പോയി വിശ്രമിക്കൂ. ജോണും സൈമണും ഇവിടെ നിൽക്കട്ടെ. അവരോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. മറ്റുള്ളവർ പോയിക്കൊള്ളും. ശിഷ്യരെല്ലാം പോകുന്നു. ഒരുപക്ഷെ അവർ എണ്ണമില്ലിലായിരിക്കാം ഉറങ്ങുന്നത്. എനിക്കറിഞ്ഞുകൂടാ. അവർ പോയി. എന്നാൽ അവർ ജെറുസലേമിലേക്കല്ല പോയത്. കാരണം അവിടെ ഗേറ്റ് എപ്പോഴേ അടച്ചു കഴിഞ്ഞു. ഞാൻ ദാവീദിൻ്റെ മാളികയിലായിരുന്നപ്പോൾ ലാസറസ് ഐസക്കിനെയും മാക്സിമിനൂസിനെയും നിന്റെ പക്കലേക്ക് അയച്ചെന്ന് സൈമൺ പറഞ്ഞല്ലോ. അവൻ എന്താണ് ആവശ്യപ്പെട്ടത്? അവൻ പറഞ്ഞയച്ചത് ഇതാണ്: നിക്കോദെമോസ് അവൻ്റെ വീട്ടിലുണ്ട്. അയാൾക്ക് രഹസ്യമായി ഈശോയോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായി ഇത്രയും പറഞ്ഞു: അയാൾ വന്നുകൊള്ളട്ടെ. ഗുരു അയാൾക്ക് വേണ്ടി രാത്രിയിൽ കാത്തിരിക്കും. അങ്ങേക്ക് രാത്രിയിൽ മാത്രമല്ലേ ഒറ്റക്കായിരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജോണും ഞാനും ഒഴികെ അവരെയെല്ലാം പറഞ്ഞേക്കണമെന്ന്. കിദ്രോൺ പാലത്തിങ്കൽ ചെന്ന് പട്ടണത്തിന് വെളിയിൽ ലാസറസിൻ്റെ ഒരു വീട്ടിലുള്ള നിക്കോദെമോസിന് വേണ്ടി കാത്തു നിൽക്കണമെങ്കിൽ ജോൺ വേണം. സാഹചര്യം വിശദീകരിക്കാൻ ഞാനും നിൽക്കണമല്ലോ. ഞാൻ തെറ്റു വല്ലതുമാണോ ചെയ്തത്? അല്ല, നീ ശരിയായത് ചെയ്തു. ജോൺ പറഞ്ഞതുപോലെ ചെയ്യൂ. ഈശോയിൽ സൈമൺ തനിയായി. ഈശോ ചിന്താമഗ്നനാണ്. ഈശോയുടെ മൗനത്തെ സൈമൺ ആദരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് മൗനം ഭഞ്ജിച്ച് താൻ ആലോചിച്ചിരുന്ന കാര്യത്തിൻ്റെ നിഗമനത്തിലെത്തിയ പോലെ ഉറക്കെ പറയുന്നു: ശരി, അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എളിയവരും നല്ലവരുമായവരുടെ ഇടയിൽ ഈ ആശയം സജീവമാക്കി നിലനിർത്തുന്നത് ഐസക്കും ഏലിയാസും മറ്റുള്ളവരും മതി. പ്രമാണികളുടെ പേർക്ക് വേറെ മാർഗങ്ങളുണ്ട്: ലാസറസ്, കൂസ, ജോസഫ്, പിന്നെ മറ്റു ചിലരും. എന്നാൽ പ്രമാണികൾക്ക് എന്നെ വേണ്ടല്ലോ. അവർ ഭയപ്പെട്ട് വിറക്കുകയാണ്. അവരുടെ അധികാരത്തെ ഓർത്താണ് ഭയം. ക്രിസ്തുവിനോട് കൂടുതൽ കൂടുതൽ ശത്രുത കാണിക്കുന്ന ഈ യൂദയാക്കാരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഞാൻ ദൂരേക്ക് പോകും. നമ്മൾ ഗലീലയിലേക്കാണോ പോകുകയാണോ? അല്ല, എന്നാൽ നമ്മൾ ജെറുസലേമിൽ നിന്നും വളരെ അകലേക്ക് പോകുകയാണ്. യൂദയായിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടതാണ്. അത് ഇസ്രയേലിൻ്റെ ഒരു ഭാഗമാണല്ലോ. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നീ കാണുന്നുണ്ടല്ലോ. എല്ലാം എൻ്റെ കുറ്റമായിട്ടാണ് ഭവിക്കുന്നത്. ഞാൻ പിന്മാറുകയാണ്, അതും 2ാം പ്രാവശ്യം. ഗുരുവേ, നിക്കോദെമോസ് വന്നിരിക്കുന്നു. ജോൺ ആദ്യം അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ സൈമൺ ജോണിനെയും കൂട്ടിക്കൊണ്ട് അടുക്കളയുടെ വെളിയിലേക്ക് പോകുന്നു. ഈശോയും നിക്കോദെമോസും മാത്രമായി.